ബീഹാറിൽ നിന്ന് ചില പാഠം ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങൾ പഠിക്കും എന്ന് തോന്നുന്നു. കാരണം അവിടെ ഇക്കുറി ഉണ്ടായ വിജയം എന്ന് പറയുന്നത് പല തരത്തിലാണ്. നിതീഷിൻ്റെ വിജയം ആവർത്തിക്കപ്പെടുന്നു, BJP വലിയ മുന്നേറ്റം കുറിക്കുന്നു. അവിടെ പാവപ്പെട്ടവരുടെ, സ്ത്രീകളുടെ, കർഷകരുടെ വോട്ടൊക്കെ വളരെ നിർണായകമായി മാറിയതാണ്. പ്രത്യേകിച്ച് മുസ്ലിം വിഭാഗത്തിൻ്റെ വോട്ട് പോലും BJPയിലേക്ക് വന്നു. ഇന്ത്യൻ രാഷ്ട്രീയത്തിനകത്ത് ചില മാറ്റങ്ങൾ സംഭവിക്കാൻ പോവുകയാണോ? അതിൻ്റെ തുടക്കം ബീഹാറിൽ നിന്നാണോ? വളരെ ഗൗരവതരമായ ഒരു ചോദ്യമാണ് സാർ എന്നോട് ചോദിച്ചത്. ഇത് ചർച്ച ചെയ്യപ്പെടുന്നില്ല എന്നുള്ളതാണ് കേരള മാധ്യമങ്ങളുടെ ഒരു ദുരന്തം. ഞാൻ അങ്ങനെ തന്നെ പറയുകയാണ് ABC-യിലൂടെ. കേരളത്തിലെ പൊതു സാറ്റലൈറ്റ് ചാനലുകളൊന്നും ഇത് ചർച്ച ചെയ്യപ്പെടുന്നില്ല. അവർ അതിനു പകരം മോഡി വിരുദ്ധത അല്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷൻ അങ്ങോട്ട് പോയി വോട്ട് ചേർത്ത് ഈ വിഷയങ്ങളിലേക്ക് പോയിട്ട് യഥാർത്ഥ ഇന്ത്യൻ രാഷ്ട്രീയം എങ്ങോട്ട് പോകുന്നു എന്ന് ഇടതുപക്ഷവും വിലയിരുത്തുന്നില്ല, കോൺഗ്രസും വിലയിരുത്തുന്നില്ല, ഇവിടുത്തെ മാധ്യമങ്ങളും വിലയിരുത്തുന്നില്ല. എന്തെന്നാൽ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ആദ്യം കാലത്ത് നമുക്കറിയാം, പഞ്ചവത്സര പദ്ധതിയൊക്കെ വന്ന പഴയ കാലത്ത് ഒരു ആദർശാത്മക രാഷ്ട്രീയമാണ്. ആദർശമുള്ളവർ ജയിക്കും, സമ്പത്ത് അഴിമതി നടത്താത്തവർ ജയിക്കും. അങ്ങനെ ഒരു ആദർശ രാഷ്ട്രീയമായിരുന്നു നമ്മൾ തുടക്കം കണ്ടിരുന്നത്. ഇപ്പോൾ EMSൻ്റെയൊക്കെ കാലമെടുത്തു കഴിഞ്ഞാൽ, നെഹ്റുവിൻ്റെയൊക്കെ കാലമെടുത്താൽ ഒരു ആദർശ രാഷ്ട്രീയമാണ്. ആദർശ രാഷ്ട്രീയം അങ്ങോട്ട് മാറി. കുറച്ച് കഴിഞ്ഞപ്പോൾ ആദർശത്തിലൊന്നും കാര്യമില്ല, നമുക്ക് എന്ത് ചെയ്യാം, കുറച്ചുകൂടി ഒരു വികസനത്തിലേക്ക് പോകണം എന്നുള്ളൊരു കാഴ്ചപ്പാട് വന്നു. അല്ല, വികസനത്തിന് മുമ്പ് വേറെ ഒന്ന് ആദർശം കഴിഞ്ഞിട്ട് ആദർശം കൊണ്ട് നിൽക്കുന്നില്ല. അങ്ങനെ ജാതി രാഷ്ട്രീയത്തിലേക്ക് പോയി. ജാതികളെ നോക്കി സ്ഥാനാർത്ഥി നിർത്തുക, മതം നോക്കി സ്ഥാനാർത്ഥി നിർത്തുക, ന്യൂനപക്ഷത്തെ പ്രീണിപ്പിക്കുക, പരമാവധി ന്യൂനപക്ഷത്തെ പ്രീണിപ്പിക്കുക, മുസ്ലിങ്ങളെ പരമാവധി പ്രീണിപ്പിക്കുക, ക്രിസ്ത്യാനികളെ പ്രീണിപ്പിക്കുക, അവർക്ക് 5-ാം മന്ത്രി കൊടുക്കാൻ പറ്റുമോ, അവർക്ക് അത്, ഇങ്ങനെ ഒരു പ്രീണന രാഷ്ട്രീയമാണ് പിന്നെ നമ്മൾ കണ്ടത് ഇന്ത്യയിലും കേരളത്തിലുമൊക്കെ. അത് കഴിഞ്ഞാണ് ഒരു വികസന രാഷ്ട്രീയം വന്നു. പ്രീണന രാഷ്ട്രീയം കൊണ്ട് നിൽക്കുന്നില്ല, പിന്നെ ഒരു വികസന രാഷ്ട്രീയത്തിലേക്ക് കയറി നമ്മൾ. വികസന രാഷ്ട്രീയവും ഒരു പരിധിക്കപ്പുറം എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, അങ്ങോട്ട് പോകുന്നില്ല. കാരണം എന്താണ്, വികസനം നമ്മൾ പറഞ്ഞ ഇൻഫ്രാസ്ട്രക്ചർ അതുപോലത്തെ കാര്യങ്ങൾ പറയുമ്പോൾ അടിസ്ഥാന വർഗത്തിനൊന്നും കിട്ടുന്നില്ല, അവരസ്വസ്ഥരായി. അപ്പോൾ പിന്നെ അടുത്ത രാഷ്ട്രീയം വന്നു. അതാണ് വെൽഫെയർ പൊളിറ്റിക്സ് എന്ന് പറയുന്ന ഒരു ക്ഷേമ രാഷ്ട്രീയത്തിൻ്റെ കാഴ്ചപ്പാട് വന്നു. ക്ഷേമരാഷ്ട്ര കാഴ്ചപ്പാടിൽ വന്നത് എന്താണ്, ജനങ്ങൾക്ക് നേരിട്ട് എന്ത് കൊടുക്കുക, പൈസ കൊടുക്കുക, അല്ലെ നേരിട്ട് അവരിലെത്തുക, അവരെ ബാങ്ക് അക്കൗണ്ടിലേക്ക് കാര്യം എത്തുക എന്നിട്ട് വെൽഫെയർ പൊളിറ്റിക്സിലേക്ക് വന്നു. ഇതിൽ ഇപ്പം നിതീഷ് കുമാറിനെ നമ്മൾ തെറി പറയുന്നുണ്ട് പല ചാനലുകളിൽ, 10,000 രൂപ കൊടുത്ത കഥ. പക്ഷെ കേരളം ഇതിനകത്ത് വലിയ മാതൃകയാണ്. നമ്മൾ തൊഴിലാളി വേതനം കൊടുത്തവരാണ്. അതെ, തൊഴിലില്ലായ്മ വേതനം നമ്മൾ കൊടുത്തു. എത്ര വർഷം മുമ്പ്? അത് പ്രൊഡക്റ്റീവാണോ? തിരിച്ച് പൈസ ഉണ്ടോ? അത് മാസം തോറും. ഇത് തെരഞ്ഞെടുപ്പ് കാലത്താണ് കൊടുത്തല്ലോ. അത് കഴിഞ്ഞിട്ട് പിന്നെ തമിഴ്നാട്ടിൽ സൈക്കിൾ കൊടുക്കുന്നു, ലാപ്ടോപ്പ് കൊടുക്കുന്നു, കമ്പ്യൂട്ടർ കൊടുക്കുന്നു, അമ്മ ഹോട്ടൽ തുടങ്ങുന്നു. തമിഴ്നാട്ടിൽ വലിയ തോതിലാണ് ഈ ഗിഫ്റ്റ് രാഷ്ട്രീയം കയറിപ്പോയത്. അല്ല, തമിഴ്നാടായിരുന്നു അതിന്റെ, എനിക്ക് തോന്നുന്നു ഒരു അപ്പോസ്തലന്മാർ, തുടക്കക്കാരെന്ന് പറയാം, ഈ തൊഴിലാളി വേതനം എന്ന് പറയാം. പക്ഷെ തമിഴ്നാട് അതിന്റെ ഒരു അപ്പോസ്തലന്മാരായി. തമിഴ്നാട് പിന്നെ ഈ സൗജന്യ പെരുമഴ കൊടുത്ത് ആർക്കും ഒരു വീട്ടിലും ആണുങ്ങൾ ജോലിക്ക് പോകാൻ പറ്റാത്ത സ്ഥിതി വന്നിട്ടില്ല. മാത്രമല്ല, അന്ന് ആ കാലത്ത് കേരളത്തിൽ തമിഴന്മാരായി വന്നിരുന്ന പിന്നെ ഭിക്ഷയ്ക്ക് വന്നിരുന്ന മുഴുവൻ തീർന്നല്ലോ. പിന്നെ അതുപോലെ തന്നെ ഇന്നിപ്പോ തമിഴ്നാട്ടിൽ നിന്ന് ആരും ഇവിടെ ജോലിക്ക് വരുന്നില്ല. എന്തുകൊണ്ട് ബംഗാളികളും ആസാമികളും വരുന്നു, തമിഴ്നാട്ടുകാരൊന്നും കേരളത്തിൽ ജോലിക്ക് വരുന്നില്ല. ഈ കുറെ തട്ടുകടകളും ബങ്ക് കടകളും ചായക്കടകളും വട ഷോപ്പൊക്കെ കോഫി ഷോപ്പ് നടത്തുന്നതല്ലാതെ, ഹോട്ടലുകൾ നടത്തുന്നതല്ലാതെ വീട്ടു ജോലിക്കോ മറ്റു ജോലിക്കൊന്നും ഒരു തമിഴിനും വരുന്നില്ല. എന്താണ്, അവർക്ക് ഈ സൗജന്യങ്ങളൊക്കെ കിട്ടി വേറൊരു രാഷ്ട്രീയം അവിടെ കയറി വന്നു. അമ്മ ഹോട്ടൽ, ബസ്സിൽ സ്ത്രീകൾക്ക് സൗജന്യമാണ്. ഞാൻ തമിഴ്നാട്ടിൽ ഈയിടയ്ക്ക് പോരുന്നതാണ്. അപ്പോൾ ബസ്സിൽ സ്ത്രീകൾക്ക്, ടൗണിൽ ബസ്സുകൾക്ക് ടിക്കറ്റ് എടുക്കണ്ട. എൻ്റെ വൈഫ് പോലും ടിക്കറ്റ് എടുത്തില്ല. അപ്പം എനിക്ക് എടുക്കണം, വനിതകൾക്ക് എടുക്കണ്ട. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ഡോൾ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ഗിഫ്റ്റ് കൊടുക്കുന്ന രാഷ്ട്രീയം വന്നു. ഇതിൻ്റെ ഏറ്റവും വലിയ ഗുരുനാഥനാണ് ആര്? നിതീഷ് കുമാർ. ഇപ്പൊ 10,000 കൊടുത്തതേ നമ്മൾ ചർച്ച ചെയ്യുന്നുള്ളൂ. 1990-ൽ നിതീഷ് കുമാർ എന്ത് കൊടുത്തു? സൈക്കിൾ കൊടുത്തു. 1990-ൽ 9-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്ക് 14 വയസ്സാണല്ലോ നമ്മുടെ ഒരു ശരാശരി പ്രായം. 14 വയസ്സുകാരിക്ക് 90-ൽ കൊടുത്തെങ്കിൽ 90-ഉം 10, 20-ഉം 24-ഉം 34 വയസ്സായി. 34-ഉം ആ കുട്ടിക്കാന്ന് 9, 34-ഉം എത്രയായി? പിന്നെ 43 വയസ്സായി. എന്ന് പറഞ്ഞാൽ നിതീഷ് കുമാർ 90-ൽ കൊടുത്ത സ്ത്രീകൾ, പെൺകുട്ടികൾ ഇപ്പൊ 44 വയസ്സായിട്ട് എവിടെയുണ്ട്? ബീഹാറിലുണ്ട്. അപ്പൊ അവർ വോട്ട് ചെയ്യാതിരിക്കുവോ? ആ സൈക്കിൾ കൊടുത്തിട്ട് പിന്നെന്താ കൊടുത്തത്? അത് കഴിഞ്ഞ് തൊട്ടടുത്ത വർഷം പുള്ളി എന്ത് കൊടുത്തെന്നറിയാവോ? പിന്നെ പെൻഷൻ കൂട്ടി കൊടുത്തു. തൊട്ടടുത്ത വർഷം എന്ത് കൊടുത്തു? 35% എന്ത് കൂട്ടിയത്? സംവരണം. എവിടെ? സർക്കാർ ജോലിയിൽ. നമ്മളിവിടെ വനിതാ മതിലാണ് പിടിക്കണം. നമ്മളല്ലേ കൊച്ചു പിള്ളേരെ തട്ട വിട്ടിട്ട് കൊച്ചിനെ കൊണ്ട്, കഴിഞ്ഞ ദിവസം ഞാൻ വീഡിയോ കണ്ടായിരുന്നു, കൊച്ചിനെ തട്ട വിട്ടിട്ട് കൊച്ചിനെ കൊണ്ട് സ്റ്റേജിൽ കയറ്റിയിട്ട് കൊച്ചു പറയുന്നു, തട്ടമിട്ടാൽ കണ്ടാൽ കുഴപ്പമുണ്ടോ? അപ്പം ആഡിയൻസ് കൈയടിക്കുന്നു. അങ്ങനെ കുഴപ്പമുണ്ടെങ്കിൽ നിങ്ങളുടെ കാഴ്ചയുടെ അല്ല കാഴ്ചപ്പാടിൻ്റെ എന്ന് പറയുന്നു. കുട്ടി കൈയടി. ഇതാണ് ഇവിടുത്തെ വനിതാ സംവരണം, അല്ലെ വനിതാ ശാക്തീകരണം, അല്ലെ വനിതാ മതിൽ പിടിക്കും, ഗുസ്തി പിടിക്കും. അവർ
നിതീഷ് കുമാർ എഞ്ചിനീയറാണ് ബേസിക്കലി, അതറിയണം. അപ്പോൾ പുള്ളി അത് ചെയ്തു. അത് കഴിഞ്ഞ് പുള്ളി എന്ത് ചെയ്തു, 35% കഴിഞ്ഞു. അപ്പോൾ അത് കൊടുത്തു. പിന്നെ വാർദ്ധക്യകാല പെൻഷൻ കൊടുത്തു. സ്ത്രീകൾക്ക് പിങ്ക് ബസ്, അതെ, ഇന്ന് പിങ്ക് ബസ് ഉണ്ട് അവിടെ, സ്ത്രീകൾക്ക് സൗജന്യമാണ് യാത്ര. അങ്ങനെ അവിടുത്തെ സ്ത്രീ സമൂഹത്തെ നന്നായി ആര് കൈകാര്യം ചെയ്തു. പിന്നെ അതിനകത്ത് വേറൊരു കാര്യം കൂടെ ഉണ്ടായിട്ടുണ്ട്. അത് കേന്ദ്രത്തിന്റെ ഒരു പിൻബലത്തോടു കൂടി തന്നെയാണ്. അതായത് ഗ്യാസ് ഫ്രീ കൊടുത്തു. അവരെ അടുപ്പിൽ ഊതി 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 അവരുടെ ജീവിതം ഇനി കേന്ദ്രത്തിലേക്ക് ഞാൻ വരാം. അത് കഴിഞ്ഞ് പിങ്ക് ബസ് കഴിഞ്ഞിട്ട് അങ്ങനെ വനിതകൾക്ക് 90 മുതൽ 2024 വരെ വിവിധങ്ങളായ ആനുകൂല്യം, നമ്മൾ അതിൻ്റെ ഒരു സ്റ്റോക്ക് ടേക്കിംഗ് അല്ലല്ലോ ഈ വീഡിയോ, വിവിധങ്ങളായ നെറ്റിൽ അടിച്ചാൽ കിട്ടും, വിവിധങ്ങളായ ആനുകൂല്യം കൊടുത്തൊരു സോഷ്യൽ എഞ്ചിനീയറിംഗ് സ്ത്രീകളെ കയ്യിലെടുത്തു. നമ്പർ 1. നമ്പർ 2, ജംഗൽ രാജ് നിർത്തലാക്കി. 6 മണിക്ക് ശേഷം സ്ത്രീകൾക്ക് പുറത്തിറങ്ങാൻ പറ്റില്ലായിരുന്നു, അത് നിർത്തലാക്കി. ഇതിന്റെ വേറെ ഉദാഹരണമാണ് UP. അവിടെ ബുൾഡോസർ രാജ് കൊണ്ടുവന്നു. ബുൾഡോസർ രാജ് കൊണ്ടുവന്ന് കംപ്ലീറ്റ് മാഫിയകളെ ഇല്ലാതാക്കി. ജനങ്ങളുടെ നിത്യജീവിതത്തെ ബാധിക്കുന്ന പ്രശ്നങ്ങളിലേക്ക് അവർ കൈവച്ചു. നരേന്ദ്രമോദി ആയാലും യോഗി ആദിത്യനാഥ് ആയാലും ഈ ടീമുകളെല്ലാം. ഇനി അത് പോയിട്ട് ഇതാണ് ബീഹാറിന്റെ ഒരു കഥ. ഈ 10,000 കൊടുത്ത ആർക്കാ? വ്യക്തികൾക്കല്ല. നമ്മളിവിടെ ഇരുന്ന് പറഞ്ഞ 10,000 ആള് അങ്ങനെ കൊടുത്തതല്ല, അവിടുത്തെ SHGകൾക്കാണ് കൊടുത്തത്, സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുകൾക്കാണ്. 10,000 മുതൽ 2 ലക്ഷം രൂപ വരെ കൊടുക്കും. ഇത് സ്കീമാണ്. അപ്പൊ അതങ്ങനെ ഒരു മഹാഭൂരിപക്ഷത്തിന് പൈസ കിട്ടും. അപ്പൊ അതൊരു രാഷ്ട്രീയം നടന്നു. കേന്ദ്ര ഗവൺമെന്റ് ചെയ്തല്ലോ 6,000 രൂപ കർഷകരുടെ ബാങ്ക് അക്കൗണ്ടിൽ 6,000 രൂപ എന്ന പരിപാടി കേന്ദ്ര ഗവൺമെന്റ് ചെയ്തല്ലോ. നേരിട്ടല്ലേ ബാങ്ക് അക്കൗണ്ടിൽ പെടുന്നത്. ബാങ്ക് അക്കൗണ്ട് തുറക്കാൻ എന്താണ് ബാങ്ക് അക്കൗണ്ടുകൾ ലക്ഷക്കണക്കിന് ആളുകൾക്കാണ് ബാങ്ക് അക്കൗണ്ട് തുടങ്ങാൻ പറഞ്ഞത് കേന്ദ്ര ഗവൺമെന്റ്. അങ്ങനെ ഒരു സ്കീം വന്നല്ലോ. പിന്നെ ഉജ്ജ്വൽ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്കീം, ഗ്യാസിന്റെ പരിപാടി വന്നല്ലോ. എത്ര ലക്ഷം ആളുകൾക്കാണ് കിട്ടിയത്. ജലജീവ മിഷൻ. അല്ല, പിന്നെ അതുകൂടാഞ്ഞിട്ട് ബീഹാറിൽ നിന്നല്ല, കേരളം വിട്ട്, കേരളത്തിൽ ആ പ്രശ്നമില്ലായിരുന്നു, പൊതു ശൗചാലയം. അതാ ഞാൻ പറയാൻ അടുത്ത എന്റെ കൈ ചൂട്ടാമെന്ന്. അടുത്തത് എന്താണ്? ശൗചാലയം. നമ്മുടെ സ്വച്ഛ ഭാരത് മിഷൻ. അങ്ങനെ ജനങ്ങളുടെ ദൈനംദിന വിഷയങ്ങളെ, തൊടുന്ന വിഷയങ്ങളെ ഒരു വശത്ത് തൊട്ട് സഹായിച്ചിട്ടാണ് ഇപ്പുറത്തെ ഹിന്ദുത്വം പറയുന്നെങ്കിൽ ഹിന്ദുത്വം ഉള്ളത്. നരേന്ദ്രമോദിയെ കുറിച്ച് ഹിന്ദുത്വമാണ്, ഗുജറാത്താണ്, നരമാതൊക്കെ പറയുമ്പോഴും ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന വിഷയങ്ങളിൽ ഇവരൊരു വെൽഫെയർ പൊളിറ്റിക്സ് കൊണ്ടുവന്നു. വെൽഫെയർ പൊളിറ്റിക്സ് എന്ന് മാറി ഒരു ഗിഫ്റ്റ് പൊളിറ്റിക്സിലേക്ക് പോയി. ഞാൻ പറയട്ടെ, ഞാൻ ഒരു കാര്യം ഇവിടുത്തെ ഇടതുപക്ഷവും വലതുപക്ഷവും ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം എന്താണെന്നറിയാവോ? എന്തുകൊണ്ട് അയോധ്യ എന്ന് പറയുന്ന സ്ഥലത്ത് അയോധ്യ രാമക്ഷേത്രം വച്ചിട്ട് ആ രാമക്ഷേത്രം പോയി പൂജ നടത്തിയ നരേന്ദ്രമോദി നടത്തിയിട്ടും കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ തോറ്റുപോയി. എവിടെ? അയോധ്യ നിന്ന മണ്ഡലത്തിൽ BJP പിന്നോക്കം പോയി, UP പിന്നോക്കം പോയി. അപ്പോൾ ജനങ്ങളെ വിലയിരുത്തുന്നതിൽ കേവലം ഹിന്ദുത്വമെന്നും അജണ്ട പറഞ്ഞ് അപ്പുറത്ത് നിർത്തി കോൺഗ്രസിനും ഇടതുപക്ഷത്തിനും ഇനി പോകാൻ പറ്റില്ല. അത് വലിയൊരു രാഷ്ട്രീയമാണ് ഇന്ത്യയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു രാഷ്ട്രീയ മാറ്റമാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അടിസ്ഥാനപരമായി ഊർജം, വൈദ്യുതി, അതുപോലുള്ള കാര്യങ്ങൾ, കുടിവെള്ളം, പാർപ്പിടം, ഭക്ഷണം, മറ്റ് ജീവിത സൗകര്യങ്ങൾ കിട്ടുന്നൊരു ഇന്ത്യയാണ് ഇനി വേണ്ടത്. ആ ഇന്ത്യക്ക് ആളുകൾ കൂടെ നിൽക്കത്തുള്ളൂ. മറ്റേ ഇന്ത്യ പോയി. ഈ ജാതി മത പ്രകടന മുസ്ലിം, നേരത്തെ സാറ് പറഞ്ഞ പോലെ മുസ്ലിങ്ങളുടെ ഏരിയയിൽ ആരാ ജയിച്ചിരിക്കുന്നത്? നിതീഷ് കുമാറിന്റെ പാർട്ടിയാണ് ജയിച്ചിരിക്കുന്നത്. അല്ലാതെ പിന്നെ മറ്റേ തേജസ്വി യാദവിന്റെ പാർട്ടിയല്ല ജയിച്ചത്. മുസ്ലിം ബെൽറ്റിൽ, ക്രിസ്ത്യൻ ബെൽറ്റിൽ, കുറച്ചേറെ ക്രിസ്ത്യൻ ബെൽറ്റ്, എന്തിന് മാവോയിസ്റ്റുകളുടെ ബെൽറ്റിൽ. ഇടതുപക്ഷത്തിന് 10 സീറ്റ് ഉണ്ടായിരുന്ന സ്ഥലമല്ലേ? പിന്നെ അത് മുഴുവൻ അടിച്ചു വാരി എങ്ങനെയാണ് ഒരു നിതീഷ് കുമാർ സീറ്റില്ല, എങ്ങനെ CPM ഇതെല്ലാം എങ്ങനെയാണ് ഒരു നിതീഷ് കുമാറിന് കൊണ്ടുപോകാൻ പറ്റുന്നത്, അല്ലെങ്കിൽ BJP കൊണ്ടുപോകാൻ പറ്റുന്നത്? അതാണ് ഞാൻ പറഞ്ഞത്. ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ വളർച്ച, ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ വഴിമാറൽ മനസ്സിലാക്കാതെ നമ്മൾ ഇവിടെ ഇരുന്ന് ചർച്ച ചെയ്തതുകൊണ്ട് ഒന്നും ഒരു ഇരട്ട എഞ്ചിനാണ്. ഇപ്പോൾ ഇരട്ട എഞ്ചിനാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ ഇത്തരത്തിലുള്ള ജനങ്ങളെ ഡയറക്റ്റ് തൊടുന്ന. ഞാൻ പറയാം, ജന ഔഷധി എന്താണ് മെഡിക്കൽ സ്റ്റോർ ഉണ്ടല്ലോ സാറേ. ഇവിടെ നമുക്ക് ചിലപ്പോൾ വലിയ മെഡിക്കൽ സ്റ്റോറിൽ ഇരിക്കുന്ന ഒരു കുഞ്ഞ് മെഡിക്കൽ സ്റ്റോറാണ് നമ്മൾ മൈൻഡ് ചെയ്യുന്നില്ല, പണമുള്ളതുകൊണ്ട് മലയാളിൽ. അവിടുത്തെ ഗ്രാമത്തിൽ ജനൌഷധി ഇതിൽ കഴിഞ്ഞാൽ ആളുകൾ എവിടെയാണ് പോകുന്നത്? അവിടെയാണ് പോകുന്നത്. അപ്പൊ ജനങ്ങളെ തൊട്ടുണർത്തുന്ന ഒരുപാട് ക്ഷേമ പ്രവർത്തനങ്ങളും മറ്റൊക്കെ ഉണ്ട്. വലിയ രീതിയിൽ നോക്കുമ്പോൾ വലിയ ഇൻഫ്രാസ്ട്രക്ചറിന്റെ പ്രശ്നം, തൊഴിലില്ലായ്മ പ്രശ്നമുണ്ട്, ഒക്കെ ഉണ്ട്. പക്ഷെ ജനങ്ങളെ ഡയറക്റ്റ് ബാധിക്കുന്ന കുറെ സാധനങ്ങളും കുറെ ഗിഫ്റ്റ് പ്രോഗ്രാംസും ചെയ്യുന്ന രീതിയിലേക്ക് ഇന്ത്യൻ രാഷ്ട്രീയം മാറി. അതെല്ലായിടത്തും മഹാരാഷ്ട്ര കൊടുത്തല്ലോ, ഈ പറയുന്ന പോലെ ജനങ്ങളുടെ വരെ. മധ്യപ്രദേശ് കൊടുത്തല്ലോ, ഉത്തർപ്രദേശ് കൊടുത്തല്ലോ. വനിതകളെ കയ്യിലെടുക്കുന്ന പരിപാടി ഇപ്പോൾ നോർത്ത് ഇന്ത്യയിലെ ഒരു എന്താണ്, നോർത്ത് ഇന്ത്യയിലെ മഹാരാഷ്ട്രയിലെ ഒരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജിയാണ്. ഇവിടെയും കൊടുത്തല്ലോ. ഇപ്പൊ 1000 രൂപ മഞ്ഞ പിങ്ക് കാർട്ടുകാർക്ക് 35 വയസ്സിനും 60 വയസ്സിനും ഇടയ്ക്കുള്ള സ്ത്രീകൾക്ക് എന്ത് കൊടുക്കുകയാണ്? 1000 രൂപ കൊടുക്കുകയല്ലേ കേരള സർക്കാർ. ഇപ്പൊ പ്രഖ്യാപിച്ചല്ലോ, കഴിഞ്ഞ ഒക്ടോബർ 29 പ്രഖ്യാപിച്ചല്ലോ. അപ്പൊ നമ്മളും ഡോൾ രാഷ്ട്രീയത്തിലേക്ക് അല്ലെങ്കിൽ ഗിഫ്റ്റ് രാഷ്ട്രീയത്തിലേക്ക് മാറുകയാണ്. വേറെ രസത്തോടെ പറഞ്ഞ് നമുക്ക് ആ ഭാഗം അവസാനിപ്പിക്കാം.
സർക്കാർ ഉദ്യോഗസ്ഥർക്ക് DA കൊടുത്തിട്ടില്ലല്ലോ, എത്രയോ കിടന്ന് ബഹളം ഉണ്ടാക്കുന്നവര്, അവർക്ക് ശമ്പള പരിഷ്കരണം വന്നില്ലല്ലോ. അപ്പൊ ഞാൻ വളരെ സീനിയർ ആയിട്ടുള്ള IAS കാരനോട് സംസാരിച്ചു പറഞ്ഞു, 5.5 ലക്ഷം വരുന്ന സർക്കാർ ഉദ്യോഗസ്ഥർക്ക് DA കൊടുക്കുന്നതാണോ നല്ലത്, 65 ലക്ഷം വരുന്ന പാവപ്പെട്ടവർക്ക് 400 രൂപ കൂട്ടി കൊടുക്കണമെന്ന് നോക്കിയാൽ സർക്കാരിന് കിട്ടുന്നത് മറ്റേ കണക്കാണ്. അതെ, ഇത് നമ്മൾ കാണുകയാണ്. അപ്പൊ ഈ പരമ്പരാഗത രാഷ്ട്രീയ ശൈലി മാറി മുസ്ലിം ക്രിസ്ത്യൻ ഇതൊക്കെ കേരളത്തിൽ മാത്രമേ ഇപ്പോൾ ഇങ്ങനെ ചർച്ച ചെയ്യുന്നുള്ളൂ. ഇന്ത്യൻ രാഷ്ട്രീയം വേറൊരു തലത്തിലേക്ക് വളർന്നു കഴിഞ്ഞു. അത് കാണാതെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വളരെ കൃത്യമായ യുവാക്കളുടെയും വനിതകളുടെയും ഒക്കെ തൊഴിലും അവരുടെ അടിസ്ഥാന ജീവിത സൗകര്യങ്ങളെയും കാണുന്നവരാരായാലും, അവർ വർഗീയത പറഞ്ഞാലും, ഞാൻ അവസാനിപ്പിക്കുകയാണ്, അവർ ഹിന്ദുത്വം പറഞ്ഞാലും അവരുടെ പുറകെ ആര് പോകും? ജനത പോകും. ഇത് കൃത്യമാണ് ബീഹാർ, കൃത്യമാണ് ഇന്ത്യയുടെ ഈ കാഴ്ചപ്പാട്. ഇത് പഠിക്കാൻ ഇവിടുത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഗൗരവമായി ചർച്ച ചെയ്തില്ലെങ്കിൽ ഇന്ത്യയിൽ നിന്ന് വാഷ് ഔട്ട് ചെയ്ത് തന്നെ പോകും. അതിനകത്ത് തർക്കമില്ല. അദ്ദേഹം നരേന്ദ്രമോദി ഒരു പ്രസംഗം നടത്തിയല്ലോ, ഗംഗ ഒഴുകുന്നത് ബീഹാറിൽ കൂടെ പോയി എവിടെ തീരെയാണ്? ബംഗാളിലാണ് അവസാനിക്കുന്നത്. അടുത്ത് നമ്മൾ ബംഗാൾ പിടിക്കും. അതേ വാചകത്തിൽ അദ്ദേഹം പറഞ്ഞു, അത് കഴിഞ്ഞാൽ ഞങ്ങൾ കേരളം പിടിക്കും. പറയാൻ പറ്റുമോ? ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ BJP എന്ത് നേട്ടമാണ് ഉണ്ടാക്കുന്നത് നമുക്ക് എങ്ങനെ പറയാൻ പറ്റുക? അപ്പോൾ ഇതാണ് പുതിയ രാഷ്ട്രീയം. അപ്പോൾ ആ രാഷ്ട്രീയം നമ്മൾ എന്ത് ചെയ്തേ പറ്റുള്ളൂ? കാണാതെ അറിയാതെ നമുക്കിനി 1 മില്ലിമീറ്റർ പോലും മുന്നോട്ട് പറ്റില്ല. നിർഭാഗ്യവശാൽ ഈ രാഷ്ട്രീയം പഠിക്കുന്നതിനോ പ്രചരിപ്പിക്കുന്നതിനോ ആർക്ക് കഴിയുന്നില്ല? ഇന്ത്യ മുന്നണിക്കും കഴിയുന്നില്ല, പിന്നെ കോൺഗ്രസിനും കഴിയുന്നില്ല, CPM കഴിയുന്നില്ല. അതിൻ്റെ പ്രശ്നം കൂടെ പറഞ്ഞ് ഞാൻ ഒറ്റ വാക്കിൽ അവസാനിപ്പിക്കാം. ഒരു EMSോ അല്ലെങ്കിൽ ഒരു കോൺഗ്രസിനകത്തുള്ള കുറേ ബുദ്ധിജീവികളോ ഒന്നും ഇപ്പം ഇല്ല, അവരെ കൂടെ ഇല്ല. അതിൻ്റെ ഒരു പരിമിതിയാണ് ഈ ഒരു ഇന്ത്യൻ രാഷ്ട്രീയത്തിന് ഇപ്പോഴത്തെ ഒരു സമകാലിക ഇന്ത്യയെ വിലയിരുത്തുന്നതിൽ ഇടതുപക്ഷവും കോൺഗ്രസും അമ്പേ പരാജയമാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.